നമസ്കാരം, ഏവർക്കും ബോധിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി, അതേപോലെ തന്നെ പോളാർ നേച്ചർ, പോളാർ സ്വഭാവം വരെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ആ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ പോർഷൻ ആയിട്ടുള്ള വാലൻസി അഥവാ സംയോജകത എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്താണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത? വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണിത്. ശ്രദ്ധിച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ കൊടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ എക്സാമിനും ഉറപ്പായിട്ടും ഈ പോർഷനിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടന്റ് ആണ് വാലൻസി അഥവാ സംയോജകത എന്ന് പറയുന്ന ടോപ്പിക്. അപ്പൊ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് വാലൻസി അഥവാ സംയോജകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ്, gained or shared by an atom during chemical reaction is its valency. എന്ന് വെച്ചാൽ ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഒരാറ്റം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അതുമല്ലെങ്കിൽ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തെയാണ് ആ ആറ്റത്തിന്റെ സംയോജകത എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ രണ്ടു തരം ബോണ്ടിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. രണ്ടു തരം ബന്ധനങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഒന്ന് അയോണിക് ബോണ്ടിങ്, അയോണിക ബന്ധനവും, അതേപോലെ തന്നെ സഹസംയോജക ബന്ധനം അഥവാ കോവാലന്റ് ബോണ്ടിങ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്കറിയാം, അയോണിക് ബോണ്ടിങ്ങില് എന്താണ് ചെയ്യുന്നത്? പൂർണ്ണമായും അവിടെ ഒരാറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും വേറൊരാറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്, ആണല്ലോ. അതേസമയം കോവാലന്റ് ബോണ്ടിങ് അഥവാ സഹസംയോജക ബന്ധനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നില്ല, പകരം അവിടെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് വാലൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരാറ്റം ലോസ്റ്റ് ചെയ്യുന്നത്, അതായത് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നത്, സ്വീകരിക്കുകയോ അതുമല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്, പങ്കുവെക്കുന്നതോ ആയ ഇലക്ട്രോണിന്റെ എണ്ണത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആ ആറ്റത്തിന്റെ വാലൻസി അഥവാ സംയോജകത എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ പറയാം. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ്, ഗെയിൻഡ് ഓർ ഷെയർഡ് by an atom during chemical reaction is its valency. ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഒരാറ്റം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അതുമല്ലെങ്കിൽ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തെയാണ് എന്ന് വിളിക്കുന്നത് ആ ആറ്റത്തിന്റെ വാലൻസി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സംയോജകത എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ എല്ലാവരും നോക്കുക. ആ ടേബിളാണ് ഞാൻ ഈ ബോർഡിൽ വരച്ചിട്ടിരിക്കുന്നത്. ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ ടേബിള് ഫുള്ള് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വാലൻസി എന്താണെന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാവും. അപ്പൊ നമുക്ക് അതിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം കോമ്പൗണ്ട്, ആദ്യം ഒരു സംയുക്തം അവിടെ തന്നിട്ടുണ്ട്, ആണല്ലോ. ഒരു സംയുക്തം അവിടെ തന്നിട്ടുണ്ട്. ഏതാ സംയുക്തം? NaCl, സോഡിയം ക്ലോറൈഡ്, ആണല്ലോ. NaCl ആണ് അവിടെ തന്നിരിക്കുന്ന സംയുക്തം, സോഡിയം ക്ലോറൈഡ്. നമ്മൾ പഠിച്ചതാണ് സോഡിയം ക്ലോറൈഡില് അതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ്, അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാ? ഒന്ന് സോഡിയവും ഒന്ന് ക്ലോറിനുമാണ്, ആണല്ലോ. നമ്മൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ പഠിച്ചത് ഏതി പഠിച്ചതാ? അയോണിക് ബോണ്ടിങ്ങിന് ഉദാഹരണമായിട്ട് ഏതാ പഠിച്ചത്? നമ്മൾ സോഡിയം ക്ലോറൈഡ് പഠിച്ചായിരുന്നു, അല്ലെ? അയോണിക ബന്ധനത്തിന് ഉദാഹരണമായി സോഡിയം ക്ലോറൈഡ് പഠിച്ചായിരുന്നു. ഇപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 11 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8, 1. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1. അടുത്തത് ക്ലോറിൻ ആണ്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? 2, 8, 7, ആണല്ലോ. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യം സോഡിയത്തിൻ്റെത്. സോഡിയം ക്ലോറിന് നമ്മൾ അയോണിക് ബോണ്ടിങ്ങിന് പഠിച്ചതാണ്, ആണല്ലോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ പഠിച്ചതാണ് സോഡിയം എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. നമ്മൾ പഠിച്ചതാണ് സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ആ ഒരു ഇലക്ട്രോണിനെ ആര് സ്വീകരിക്കുന്നു? ക്ലോറിൻ സ്വീകരിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഓർ ഷെയർഡ്, അതായത് പങ്കുവെക്കുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ ചെയ്ത ഇലക്ട്രോൺ, പങ്കുവെക്കുകയോ അല്ലെങ്കിൽ എന്താണ് കൈമാറ്റം ചെയ്യുകയോ ചെയ്ത ഇലക്ട്രോണിന്റെ എണ്ണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നോക്കിക്കേ, ഇവിടെ സോഡിയം എത്ര ഇലക്ട്രോണിനെയാണ് ഇവിടെ വിട്ടുകൊടുക്കുന്നത്? സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അതേപോലെ തന്നെ ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. അപ്പം സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, അതേപോലെ തന്നെ ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അപ്പൊ അതിന്റെ വാലൻസി എത്രയായിരിക്കും?
നമുക്കറിയാം സോഡിയത്തിന്റെ വാലൻസി എത്ര തന്നെ ആയിരിക്കും? ഒന്നായിരിക്കും. അതേപോലെ തന്നെ ക്ലോറിന്റെ വാലൻസി എത്ര തന്നെ ആയിരിക്കും? ഒന്നായിരിക്കും. അതായത് ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ലോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നതോ ആയ ഇലക്ട്രോണിന്റെ എണ്ണത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വാലൻസി എന്ന് വിളിക്കുന്നത്. ഇവിടെ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുവാണ്. അപ്പൊ അതവിടെ എന്ത് ചെയ്യുന്നു? ലോസ്റ്റ് ചെയ്യുന്നു, അത് നഷ്ടപ്പെടുത്തുവാണ്. അപ്പൊ അതാണ് അതിന്റെ വാലൻസി എന്ന് പറയുന്നത്. അടുത്തത് ഏതാ? ക്ലോറിൻ. ക്ലോറിൻ ആ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു, സ്വീകരിക്കുന്നു. നമ്മൾ പഠിച്ചതാണ്. വാലൻസി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്കറിയാം. പങ്കുവയ്ക്കുകയോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം. ഇവിടെ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സോഡിയത്തിന്റെ വാലൻസി എത്രയാണ്? ഒന്നാണ്. അതേപോലെ തന്നെ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് കൊണ്ട് ക്ലോറിന്റെ വാലൻസി സംയോജകത എത്രയായിരിക്കും? ഒന്നായിരിക്കും. അപ്പൊ ഈ രീതിയിലാണ് വാലൻസി പറയുന്നത്. വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ലോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നത്, അതുമല്ലെങ്കിൽ എന്താ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തെയാണ് വാലൻസി അഥവാ സംയോജകത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സോഡിയം ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു, ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതുകൊണ്ട് സോഡിയത്തിന്റെ വാലൻസി ഒന്നാണ്. അതേപോലെ തന്നെ ക്ലോറിൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ക്ലോറിന്റെ വാലൻസി എത്രയാണ്? ഒന്നാണ്. അപ്പൊ ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് അയോണിക് ബോണ്ടിങ്ങിന് എക്സാമ്പിൾ ആണ്. അയോണിക ബന്ധനത്തിന് ഉദാഹരണമാണ് ഏത്? സോഡിയം ക്ലോറൈഡ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കോമ്പൗണ്ട്, രണ്ടാമത്തെ സംയുക്തം നോക്കാം. രണ്ടാമത്തെ സംയുക്തം എന്ന് പറയുന്നത് MgO, മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഇതും നമ്മൾ പഠിച്ചതാണ്. ഏതിൽ പഠിച്ചതാ? അയോണിക് ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. മഗ്നീഷ്യം ഓക്സൈഡും നമ്മൾ അയോണിക് ബോണ്ടിങ്, അയോണിക ബന്ധനത്തിൽ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് അതിന്റെയും വാലൻസി എത്രയാണെന്ന് നോക്കാം. ആദ്യം മഗ്നീഷ്യം ഓക്സൈഡിൽ മഗ്നീഷ്യം ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അത് രണ്ടുമാണ് അതിലെ കോൺസ്റ്റുവന്റ് എലമെന്റ്സ്. അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മഗ്നീഷ്യവും ഒന്ന് ഓക്സിജനുമാണ്. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. ഓക്കെ. അപ്പൊ മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം നോക്കാം. 12 ആകുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? 2, 8, 2. അതാണ് മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം. ഓക്സിജന്റെ എങ്ങനെയായിരിക്കും? 2, 6 ആണല്ലോ. ഓക്സിജന്റെ വരുന്നത് 2, 6. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ വാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മൾ മഗ്നീഷ്യം ഓക്സൈഡ് അയോണിക് ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. ഇവിടെ മഗ്നീഷ്യം ഈ 2 ഇലക്ട്രോണിനെ, അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും ആണല്ലോ, അത് നഷ്ടപ്പെടുത്തും. ആ വിട്ടുകൊടുക്കുന്ന 2 ഇലക്ട്രോണിനെ ആര് സ്വീകരിക്കുന്നു? ഈ ഓക്സിജൻ സ്വീകരിക്കുന്നു. നോക്കിക്കേ, ഓക്സിജന്റെ അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ആ 2 ഇലക്ട്രോണും കൂടെ സ്വീകരിക്കുമ്പോൾ ഓക്സിജൻ എത്ര ഇലക്ട്രോൺ ആവുന്നു? 8 ഇലക്ട്രോൺ ആവുന്നു. അപ്പം മഗ്നീഷ്യം ഇവിടെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ആ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അപ്പം മഗ്നീഷ്യം ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത ഇലക്ട്രോണിന്റെ എണ്ണം, അത് വിട്ടുകൊടുത്ത ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 2 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കൈമാറ്റം ചെയ്ത ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. അപ്പൊ മഗ്നീഷ്യത്തിന്റെ വാലൻസി എത്ര തന്നെ ആയിരിക്കും? മഗ്നീഷ്യത്തിന്റെ വാലൻസി 2 ആണ്. അടുത്ത ഓക്സിജൻ നോക്കാം നമുക്ക്. ഓക്സിജന്റേത് 2 ഇലക്ട്രോണിനെ ഓക്സിജൻ സ്വീകരിക്കുവാണ്. 2 ഇലക്ട്രോണിനെ ഓക്സിജൻ സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ്? ഓക്സിജന്റെ വാലൻസി എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ അവിടെ കൈമാറ്റം ചെയ്യുന്നത് 2 ഇലക്ട്രോൺ, സ്വീകരിക്കുന്ന 2 ഇലക്ട്രോൺ. അപ്പൊ അതിന്റെ വാലൻസി എത്ര തന്നെ ആയിരിക്കും? 2 ആയിരിക്കും ഓക്സിജന്റെ വാലൻസി. ഓക്കെ. നിങ്ങൾ ടെക്സ്റ്റില് ഇവിടെ ഇതിന്റെ എല്ലാം വാലൻസി കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യത്തിന്റെ ഓക്സിജന്റെയും കൂടെ ടെക്സ്റ്റിൽ മൊത്തത്തിൽ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. മഗ്നീഷ്യത്തിന് 2 പേര്, ഓക്സിജൻ 2 പേര്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ. ഇപ്പം നമ്മൾ മഗ്നീഷ്യം ഓക്സൈഡിൽ അതിന്റെ വാലൻസി നോക്കി, 2 വിധം വരും. മഗ്നീഷ്യത്തിന്റെ വാലൻസി 2 ആണ്, ഓക്സിജന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയാണ്? 2 ആണ്. അടുത്തത് നമുക്ക് മൂന്നാമത്തെ സംയുക്തത്തിലേക്ക് നോക്കാം. HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണ് അവിടുത്തെ മൂന്നാമത്തെ സംയുക്തം. HF അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഫ്ലൂറിനുമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഹൈഡ്രജനും ഫ്ലൂറിനും നമ്മൾ HF പഠിച്ചായിരുന്നു അല്ലെ? ഏതിന് ഉദാഹരണമായിട്ടാണ് പഠിച്ചേ? സഹസംയോജക ബന്ധനത്തിന് ഉദാഹരണമായിട്ടാണ് HF എന്ന് പറയുന്ന സംയുക്തം പഠിച്ചേ. കോവാലന്റ് ബോണ്ടിങ് ആണ്. അതായത് ഇവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ വിട്ടുകൊടുക്കുന്നില്ല, ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഹൈഡ്രജൻ 1 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പോൾ എത്രയായിരിക്കും? 1 തന്നെയാണ് ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്തത് ഫ്ലൂറിൻ നോക്കാം. ഫ്ലൂറിൻ്റെത് 9 ആണ്. 9 ആവുന്ന സമയത്ത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 7 എന്ന് വരും. 2, 7. നമുക്കറിയാം ഇവിടെ ഹൈഡ്രജൻ ആകെപ്പാട് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. എന്തായാലും ഹൈഡ്രജൻ ആ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കത്തില്ല.
ഇപ്പോൾ ഒരു ഇലക്ട്രോണിനെയും കൂടെ കിട്ടുമ്പോൾ ഹൈഡ്രജൻ അവിടെ സ്ഥിരതയായി. ഫ്ലൂറിന് അറിയാം 2 7. ഒരു ഇലക്ട്രോണിനെയും കൂടെ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഫ്ലൂറിനും എന്ത് ചെയ്യുന്നു? സ്ഥിരതയാകും. അപ്പൊ നമ്മളിത് പറഞ്ഞതാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു പരസ്പരം ഇലക്ട്രോണിനെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജനും ഹൈഡ്രജന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിനെ പങ്കുവയ്ക്കും. ഫ്ലൂറിനും എന്ത് ചെയ്യുന്നു? ഫ്ലൂറിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? ആ 7 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? പങ്കുവയ്ക്കുന്നു. അപ്പൊ ഇവിടെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാ? 1. അതേപോലെ തന്നെ ഫ്ലൂറിൻ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാ? 1. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 1. അപ്പൊ ഹൈഡ്രജന്റെ വാലൻസി എത്ര വരും? 1. ഫ്ലൂറിന്റെ വാലൻസി എത്ര വരും? 1 വീതം വരും. അപ്പൊ അയോണിക് ബോണ്ടിങ് വഴി ആദ്യത്തെ 2 സംയുക്തങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതിന്റെ വാലൻസി എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് കോവാലന്റ് ബോണ്ടിങ് സഹസംയോജക ബന്ധനം വഴി നമ്മൾ ഒരെണ്ണം പരിചയപ്പെട്ടു. അതിന്റെ വാലൻസി എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ നോക്കി. അപ്പൊ അങ്ങനെ എഴുതുന്ന സമയത്ത് അവിടെ പങ്കുവയ്ക്കുന്നതാണ് നോക്കുന്നത് സഹസംയോജക ബന്ധനം വരുമ്പോൾ. അടുത്ത് നോക്കിക്കേ, CCl4. ഇത് നമ്മൾ പഠിച്ചതാണ്. കാർബൺ ടെട്രാ ക്ലോറൈഡ് CCl4. അതിൽ ഒരു കാർബണും 4 ക്ലോറിനും ഉണ്ട്. അതായത് അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാ? കാർബണും ക്ലോറിനും. ഇത് നമ്മൾ സഹസംയോജക ബന്ധനത്തിന് ഉദാഹരണമായിട്ട് പഠിച്ചതാണ് അല്ലെ? കോവാലന്റ് ബോണ്ടിങ്ങിന് ഉദാഹരണമായിട്ട് പഠിച്ചതാണ്. അപ്പൊ നോക്കിക്കേ, കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 6. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 4 വരും. അടുത്ത ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 8 7 വരും. 2 8 7 ആണല്ലോ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, കാർബൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. കാർബണില് അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ഇവിടെ സഹസംയോജക ബന്ധനമാണ്. കാർബൺ ടെട്രാ ക്ലോറൈഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ അവസാനം കാണുന്ന ഈ 4 ഇലക്ട്രോണിനെയും ആര് പങ്കുവയ്ക്കും? ആര് ഷെയർ ചെയ്യും? കാർബൺ ഷെയർ ചെയ്യും. അപ്പൊ അവിടെ പങ്കുവയ്ക്കപ്പെടുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാ? 4 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാർബണിന്റെ വാലൻസി എത്രയായിരിക്കും? കാർബണിന്റെ സംയോജകത എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ. അടുത്ത നമ്മൾ ക്ലോറിൻ നോക്കാം. ക്ലോറിൻ നമ്മൾ പഠിച്ചതാണ്. ക്ലോറിൻ അവസാനത്തെ ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പങ്കുവയ്ക്കുന്നത്. ഒരു ഇലക്ട്രോണിനെ പങ്കുവയ്ക്കുമ്പോൾ അതിന് സ്ഥിരതയാവും. ഒരു ഇലക്ട്രോണിനെ, അങ്ങനെ 4 ക്ലോറിനും കൂടെ 4 ഇലക്ട്രോണിനെയാണ് പങ്കുവയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ക്ലോറിന്റെ കാര്യം പറയത്തുള്ളൂ. അപ്പൊ ഒരു ഇലക്ട്രോണിനെ അവിടെ പങ്കുവയ്ക്കുന്നതുകൊണ്ട് പങ്കുവയ്ക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 1. അപ്പൊ അതിന്റെ വാലൻസി എത്ര വരും? 1. ക്ലോറിന്റെ വാലൻസി 1. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? സംയോജകത കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്കറിയാം അയോണിക ബന്ധനത്തിലും ക്ലോറിന്റെ വാലൻസി എത്രയാ വരുന്നത്? അത് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഇവിടെ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? പങ്കുവയ്ക്കുന്നു. അപ്പൊ പങ്കുവച്ചാലും സ്വീകരിച്ചാലും നഷ്ടപ്പെടുത്തിയാലും അങ്ങനെയുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? വാലൻസി അഥവാ സംയോജകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സംയോജകത അഥവാ വാലൻസി എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിലെ ഒരു ലാസ്റ്റ് ടോപ്പിക്ക്, ഈ ടോപ്പിക്കും കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ തീരും. അപ്പം ഇത് വാലൻസിയിൽ നിന്നും നമ്മൾ ഒരു കെമിക്കൽ ഫോർമുല എഴുതുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സംയോജകതയിൽ നിന്നും ഒരു സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആദ്യം മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ രാസസൂത്രം എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പൊ നമുക്കിത് എഴുതാൻ വേണ്ടി നമുക്ക് ആകെ വേണ്ടത് അതിന്റെ വാലൻസി അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആ കോമ്പൗണ്ടിലെ മൂലകങ്ങളുടെ വാലൻസി അറിഞ്ഞിരുന്നാൽ, സംയോജകത അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? അതിന്റെ തന്മാത്രാ സൂത്രം അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ ഫോർമുല നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യം നമുക്ക് മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് അതിന്റെ തന്മാത്രാ സൂത്രം കെമിക്കൽ ഫോർമുല എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏതാ നമ്മൾ നോക്കാൻ പോകുന്നത്? മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം ക്ലോറൈഡ് ആകുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാ? മഗ്നീഷ്യവും ക്ലോറിനുമാണ്. ആണല്ലോ. അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ മഗ്നീഷ്യവും ക്ലോറിനുമാണ്. നമുക്കറിയാം മഗ്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ 12 ആണ്. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 12. ക്ലോറിന്റെ എത്ര? 17 ആണ്. അപ്പൊ മഗ്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ 12 ആവുന്ന സമയത്ത് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2 8 2 വരും. ക്ലോറിന്റെ ആണെങ്കിലോ 2 8 7 ആണ്. ക്ലോറിന്റെ ആവുന്ന സമയത്ത് എത്രയാ വരുന്നത്? 7 ആണ് വരുന്നത് അല്ലേ? 2 8 7. നമുക്കറിയാം നമ്മൾ മഗ്നീഷ്യത്തിന്റെയും ക്ലോറിന്റെയും എല്ലാം വാലൻസി പഠിച്ചു കഴിഞ്ഞതാണ്. മഗ്നീഷ്യത്തിന്റെ വാലൻസി എത്രയാ? മഗ്നീഷ്യത്തിന്റെ വാലൻസി അവസാനത്തെ ഷെല്ലിലെ 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോണിനെ അത് എന്ത് ചെയ്യുന്നു? മഗ്നീഷ്യം എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മഗ്നീഷ്യത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. മഗ്നീഷ്യത്തിന്റെ വാലൻസി 2 ആണ്. നമുക്കറിയാം ക്ലോറിന്റെ കേസ് നമുക്കറിയാം. ക്ലോറിന്റെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. അതെന്ത് ചെയ്യുന്നു?
ഒരു ഇലക്ട്രോണിനെ എന്താ ചെയ്യുന്നത്, സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അപ്പം ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് കൊണ്ട് അതിന്റെ വാലൻസി സംയോജകത എത്ര വരും, 1 വരും. അതായത് മഗ്നീഷ്യത്തിൻ്റെത് വാലൻസി 2, ക്ലോറിന്റെ വാലൻസി എത്രയാണ്, 1 ആണ് ക്ലോറിന്റെ വാലൻസി. ഇനി നമുക്ക് ഇത് എഴുതി നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം മഗ്നീഷ്യം ക്ലോറൈഡ് നമുക്കറിയാം, പേരേക്കും തന്നെ അറിയാം. അപ്പൊ ആദ്യം മഗ്നീഷ്യവും രണ്ടാമതാണ് എന്തും വരുന്നത്, ക്ലോറിനും വരുന്നത്, മഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് മഗ്നീഷ്യം ക്ലോറൈഡ് ഇതേപോലെ മൂലകങ്ങൾ എഴുതിയതിനു ശേഷം ഓരോന്നിന്റെ വാലൻസി അതിന് മുകളിലായിട്ട് എഴുതുക. ആദ്യം തന്നിരിക്കുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യത്തിന്റെ വാലൻസി എത്രയാ, 2 ആണ്. ക്ലോറിന്റെ വാലൻസി എത്രയാ, 1 ആണ്. മഗ്നീഷ്യത്തിന്റെ വാലൻസി 2, ക്ലോറിന്റെ വാലൻസി 1. ഇത് നമ്മൾ അതിന്റെ മുകളിലായിട്ട് എഴുതി. മഗ്നീഷ്യത്തിന്റെ മുകളിൽ അതിന്റെ വാലൻസി എഴുതി, ക്ലോറിന്റെ മുകളിൽ ക്ലോറിന്റെ വാലൻസി എഴുതി. ഇനി നമ്മൾ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടന്റ്. ഈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉത്തരമായി. വേറൊന്നുമല്ല, ഈ തന്നിരിക്കുന്ന വാലൻസികൾ എന്ത് ചെയ്യുക, പരസ്പരം മാറ്റുക, ഇന്റർചേഞ്ച് ചെയ്യുക. വാലൻസികൾ ഇന്റർചേഞ്ച് ചെയ്ത് അതിന്റെ ചുവടെ എഴുതുക. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. വാലൻസികൾ എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്ത് പരസ്പരം മാറ്റി അതിന്റെ ചുവടെ, അതിന്റെ താഴ്ഭാഗത്തായിട്ട് എഴുതുക. അപ്പൊ മഗ്നീഷ്യത്തിൻ്റെത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഈ ക്ലോറിന്റെ 1 എവിടെ വരും, മഗ്നീഷ്യത്തിന് വരും. അപ്പൊ 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് എഴുതേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ മഗ്നീഷ്യം 1. അടുത്തത് എന്താണ്, ക്ലോറിൻ്റെത്, മഗ്നീഷ്യത്തിൻ്റെത് മാറ്റി എന്ത് ചെയ്യുക, ക്ലോറിന് കൊടുക്കുക. അപ്പം Mg1Cl2. ഈ 1 നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫൈനലില് മഗ്നീഷ്യം 1 മാത്രമാകുമ്പോൾ അത് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ MgCl2. ഇതാണ് എന്ത് വരുന്നത്, അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത്, രാസസൂത്രം വരുന്നത്. അപ്പൊ വേറൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ് ഇത്. ആദ്യം അതിന്റെ വാലൻസി കണ്ടുപിടിക്കുക. വാലൻസി നമുക്കറിയാം, മഗ്നീഷ്യത്തിൻ്റെത് 2, ക്ലോറിൻ്റെത് എത്രയാണ്, 1 ആണ്. അല്ലെ, ഇവിടെ 2 ഇലക്ട്രോണിനെ മഗ്നീഷ്യം വിട്ടുകൊടുക്കുന്നു, ക്ലോറിൻ എന്ത് ചെയ്യുന്നു, 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അപ്പൊ എഴുതുക, എന്നിട്ട് പരസ്പരം എന്ത് ചെയ്യുക, അവിടെ പരസ്പരം അതിന്റെ വാലൻസി അതിന് മുകളിലായിട്ട് എഴുതുക. ആദ്യം മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ആ മൂലകങ്ങൾ അതേപോലെ എഴുതുക. മഗ്നീഷ്യം ആദ്യം മഗ്നീഷ്യം, രണ്ടാമത് എന്ത് വരും, ക്ലോറിനും വരും. എന്നിട്ട് അതിന് മുകളിലായിട്ട് അതിന്റെ വാലൻസി എഴുതുക. മഗ്നീഷ്യത്തിൻ്റെത് 2 ആണ്, ക്ലോറിൻ്റെത് എന്താണ്, 1 ആണ്. ഇനി ചെയ്യുന്ന വളരെ സിമ്പിൾ ആണ്, എന്ത് ചെയ്യുക, പരസ്പരം അത് മാറ്റുക. പരസ്പരം മാറ്റി അത് ചൂടെ എഴുതുക. മഗ്നീഷ്യത്തിന്റെ 2 ക്ലോറിനും കൊടുക്കുക, ക്ലോറിന്റെ 1 എന്ത് ചെയ്യുക, മഗ്നീഷ്യത്തിനും കൊടുക്കുക. പരസ്പരം മാറ്റിയാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പം മഗ്നീഷ്യത്തിന് ക്ലോറിന്റെ 1 കൊടുക്കുക, ക്ലോറിൻ എന്ത് ചെയ്യുന്നു, മഗ്നീഷ്യത്തിന്റെ 2 വരുന്നു. അതായത് അവസാനം അതിന്റെ കെമിക്കൽ ഫോർമുല എന്ത് വരും, മഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പൊ ക്ലോറിന്റെ 2 ആറ്റങ്ങളാണ് മഗ്നീഷ്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. നമുക്കറിയാം മഗ്നീഷ്യം ഇവിടെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പൊ ക്ലോറിന്റെ 2 ആറ്റങ്ങളുണ്ട്. അപ്പോൾ 2 ആറ്റങ്ങൾ ഓരോ ഇലക്ട്രോണിനെ വെച്ച് ഓരോ ക്ലോറിൻ ആറ്റം സ്വീകരിക്കും. അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് തന്മാത്രാ സൂത്രം, കെമിക്കൽ ഫോർമുല എഴുതുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അലൂമിനിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് നോക്കാൻ പോകുന്നത്, സംയുക്തമാണ് നോക്കാൻ പോകുന്നത്, അലൂമിനിയം ഫ്ലൂറൈഡ്. അപ്പൊ നമുക്കറിയാം അലൂമിനിയം ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ അതില് ഒന്ന് അലൂമിനിയം ഉണ്ട്, പിന്നെ ഒന്ന് ആരാണ്, ഫ്ലൂറിനും ആണ് ഉള്ളത്. ഓക്കെ, അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്, ഫ്ലൂറിൻ്റെത് 9 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും, 2, 8, 3. ഫ്ലൂറിനാണെങ്കിലോ 2, 7. ഫ്ലൂറിൻ്റെത് വരുന്നത് 2, 7. നമുക്ക് വാലൻസി എങ്ങനെയാണെന്ന് നോക്കാം. വാലൻസി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇവിടെ അലൂമിനിയം എന്ത് ചെയ്യുന്നു, 3 ഇലക്ട്രോണിനെ, അവസാനം കാണുന്ന ഈ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. എങ്കിലേ അതിന് 2, 8 സ്ഥിരത കൈവരിക്കാൻ പറ്റൂ. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പൊ അതിന്റെ വാലൻസി എത്രയാണ്, 3 ആണ്. കാര്യം ഒരിക്കലും അലൂമിനിയത്തിന് 5 ഇലക്ട്രോണിനെ പിന്നെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പം അലൂമിനിയത്തിന്റെ വാലൻസി 3 ആണ്. ഫ്ലൂറിൻ നോക്കിക്കേ, 7 ആണ്. ഫ്ലൂറിൻ 7 ആണ്. അപ്പൊ 7 ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, 1 ഇലക്ട്രോണിനെയും കൂടെ സ്വീകരിക്കുന്നു. അപ്പൊ അതിന്റെ ഫ്ലൂറിന്റെ വാലൻസി എത്രയാണ്, 1 ആണ്. അപ്പൊ നിങ്ങൾ ഈ വാലൻസി കാണാൻ വേണ്ടി ഒരു എളുപ്പ മാർഗമുണ്ട്. നമ്മൾ ഈ അവസാനത്തെ ഷെല്ല് നോക്കുക. അവസാനത്തെ ഷെല്ല് നോക്കുന്ന സമയത്ത് 5-ൽ താഴെയാണെങ്കിൽ, 5-ൽ താഴെ തന്നിരിക്കുന്നത് 4-ൽ താഴെയാണെങ്കിൽ എന്ത് ചെയ്യുക, അതായിരിക്കും അതിന്റെ വാലൻസി വരുന്നത്. 4-ന് മുകളിലോട്ടാണെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണമെന്ന് നോക്കുക. 8 എണ്ണം തയ്ക്കാൻ വേണ്ടി എത്ര ഇലക്ട്രോൺ വേണം, അതായിരിക്കും അതിന്റെ വാലൻസി വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ. അപ്പൊ ആ 3 ഇലക്ട്രോണിനെ അത് എന്ത് ചെയ്യുന്നു, വിട്ടുകൊടുക്കുന്നു. കാര്യം 5 ഇലക്ട്രോണിനെ അതിന് സ്വീകരിക്കാൻ പറ്റത്തില്ല. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട്, അതിന്റെ വാലൻസി 3. ഇവിടെ ഫ്ലൂറിന്റെ അവസാന ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അപ്പൊ അതെന്ത് ചെയ്യുന്നു, 1 ഇലക്ട്രോണിനെ അതിന് സ്വീകരിച്ചാൽ മതി. അപ്പൊ അതിന്റെ വാലൻസി എത്രയായിരിക്കും, 1 ആണ് വാലൻസി. ഇനി നമ്മൾ ഇതിന്റെ അലൂമിനിയം ഫ്ലൂറൈഡിന്റെ കെമിക്കൽ ഫോർമുല എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ആദ്യം അതിന്റെ അലൂമിനിയം ഫ്ലൂറൈഡ്, ആദ്യം അലൂമിനിയം, രണ്ടാമത് ഫ്ലൂറൈഡ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എഴുതി. അതിന്റെ മുകളിലായിട്ട് അതിന്റെ വാലൻസി എഴുതുക. അലൂമിനിയത്തിന്റെ വാലൻസി 3, സംയോജകത 3, ഫ്ലൂറിൻ്റെത് 1. ഇനി എന്ത് ചെയ്യുക? ഇത് പരസ്പരം മാറ്റിയാൽ മതി. ഓക്കെ, പരസ്പരം മാറ്റുക. അപ്പൊ അലൂമിനിയത്തിന് 1. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, പരസ്പരം മാറ്റുക. ഫ്ലൂറിന്റെ വാലൻസി എടുത്ത് അലൂമിനിയത്തിന് കൊടുക്കുക. അതേപോലെ തന്നെ ഫ്ലൂറിന് ആരെ വാലൻസി കൊടുക്കുക? അലൂമിനിയത്തിന്റെ വാലൻസി കൊടുക്കുക. അലൂമിനിയത്തിന്റെ വാലൻസി 3 ആണ്, അത് ഫ്ലൂറിന് കൊടുത്തു. പരസ്പരം മാറ്റി. അപ്പൊ ഫൈനലായിട്ട് ഇതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? AlF3, അലൂമിനിയം ഫ്ലൂറൈഡ്, AlF3 വരും. ഓക്കെ, ഇതാണ് അലൂമിനിയം ഫ്ലൂറൈഡിന്റെ കെമിക്കൽ ഫോർമുല. ഈ രീതിയിലാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ വാലൻസി കിട്ടിക്കഴിഞ്ഞാൽ പരസ്പരം അത് മാറ്റി കൊടുത്താൽ മതി, വളരെ എളുപ്പമാണ്. അപ്പൊ വാലൻസി കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതായത് നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് എന്ത്? വാലൻസി അഥവാ സംയോജകത എന്ന് പറയുന്നത്. ഇവിടെ അലൂമിനിയം 3 ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? ഇവിടെ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഫ്ലൂറിൻ എന്ത് ചെയ്യുന്നു? 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ സംയോജകത 3ഉം 1ഉം വന്നത്. കാര്യം ഇവിടെ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തേ പറ്റൂ, 5 ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന കാര്യം പാടാണ്. അപ്പൊ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇവിടെ 1 ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു സംയുക്തവും കൂടെ പരിചയപ്പെടാം. ഇനി നമുക്ക് ഒരു സംയുക്തവും കൂടെ പരിചയപ്പെടാം. അതെന്ന് പറയുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിൽ അതിലടങ്ങിയിരിക്കുന്നത് കാർബണും ഓക്സിജനും ആണല്ലോ. കാർബണും ഓക്സിജനും ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇപ്പം കാർബണിന്റെ അറ്റോമിക നമ്പർ, കാർബണിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 6 ആണ്. കാർബണിന്റെ അറ്റോമിക നമ്പർ 6 ആണ്. ഓക്സിജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. കാർബണിന്റേത് 2, 4. ഓക്സിജന്റെ നോക്കാം 2, 6. ഇനി ഇവിടെ ഇതിന്റെ വാലൻസി നോക്കാം നമുക്ക്. വാലൻസി നോക്കിക്കേ. വാലൻസി പറഞ്ഞത് നിങ്ങൾക്ക് നമ്മൾ പഠിച്ചതാണ്. കാർബൺ എന്ത് ചെയ്യുന്നു? അവസാന സ്റ്റേജിൽ 4 ഇലക്ട്രോണിനെ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിനവിടെ അല്ലാതെ വേറെ മാർഗമില്ല. 4 ഇലക്ട്രോണിനെ സ്വീകരിക്കാനോ വിട്ടുകൊടുക്കാനോ പറ്റത്തില്ല. എന്ത് ചെയ്യും? 4 ഇലക്ട്രോണിനെ പങ്കുവയ്ക്കും. അപ്പൊ അതിന്റെ വാലൻസി എന്ത് തന്നെയാ? കാർബണിന്റെ വാലൻസി 4 ആണ്. ഓക്സിജന്റെ നമ്മൾ പറഞ്ഞു 2, 6. അതിന് എത്ര ഇലക്ട്രോണും കൂടെ മതി? 2 ഇലക്ട്രോണും കൂടെ ആവുമ്പോൾ അതിന് എന്ത് ചെയ്യും? സ്ഥിരത കൈവരിക്കാൻ വേണ്ടി പറ്റും ആണല്ലോ. അപ്പൊ അതിന്റെ വാലൻസി എത്രയായിരിക്കും? ഓക്സിജന്റെ വാലൻസി 2 ആണ്. അപ്പോൾ കാർബണിന്റെ അറ്റോമിക നമ്പർ 6, 2, 4. കാർബണിന്റെ വാലൻസി എത്ര വരും? 4 വരും. കാര്യം അതിന് 4 ഇലക്ട്രോൺ ആണ് അവസാന ഷെല്ലിലുള്ളത്. കാർബണിന്റെ അവസാന ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ ആ 4 ഇലക്ട്രോണിനെ അത് എന്ത് ചെയ്യുന്നു? പങ്കുവയ്ക്കുന്നു. അപ്പൊ പങ്കുവയ്ക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം അതാണ് എന്ത്? സംയോജകത എന്ന് പറയുന്നത്. അപ്പൊ അത് വാലൻസി എത്ര വരും? 4 വരും. അടുത്തത് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6. അപ്പൊ അതിന് 8 ഇലക്ട്രോൺ ആണ് അവസാന ഷെല്ലിൽ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോണിനെ അത് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ വാലൻസി എത്രയാണ്? ഓക്സിജന്റെ വാലൻസി 2 ആണ്. ഇനി നമുക്ക് ഇവിടെ ഇതിന്റെ കെമിക്കൽ ഫോർമുല എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്ന സമയത്ത് നമുക്കറിയാം കാർബണും ഓക്സിജൻ. ആദ്യം കാർബൺ, രണ്ടാമത് ഓക്സിജൻ. ഓക്കെ, ഇനി ഇതിന്റെ വാലൻസി ഇതിന് മുകളിലായിട്ട് നമുക്ക് എഴുതാം. കാർബണിന്റെ വാലൻസി എത്രയാ? 4 ആണ് കാർബണിന്റെ വാലൻസി. ഓക്സിജന്റെ വാലൻസിയോ? 2. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം ഇതിന്റെ വാലൻസി മാറ്റി ചുവടെ എഴുതുക. ഇപ്പൊ കാർബണിന് താഴെ ഓക്സിജന്റെ വാലൻസി എഴുതുക. ഓക്സിജന്റെ വാലൻസി 2 ആണ്, അത് കാർബണിന് കൊടുക്കുക. ഇനി ഓക്സിജന് ആരെ വാലൻസി കൊടുക്കുക? കാർബണിന്റെ വാലൻസി കൊടുക്കുക. കാർബണിന്റെ വാലൻസി 4 ആണ്, അത് എന്ത് ചെയ്യുക? ഓക്സിജൻ കൊടുക്കുക. പരസ്പരം മാറ്റി എഴുതുക. അപ്പൊ നിങ്ങൾ മാത്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാം. നമ്മൾ എപ്പോഴും ഒരു കെമിക്കൽ ഫോർമുല എഴുതുന്ന സമയത്ത് ഏറ്റവും ലഘൂകരിച്ച് വേണം, സിംപ്ലിഫൈ ചെയ്ത് വേണം എഴുതാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ C2O4 എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഒരു കോമൺ സംഖ്യ കൊണ്ട് ഇതിനെ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് നമുക്ക് ഏറ്റവും ചെറുതാക്കി എഴുതാൻ വേണ്ടി പറ്റും. എപ്പോഴും കെമിക്കൽ ഫോർമുല എഴുതുന്ന സമയത്ത് ഏറ്റവും ലഘൂകരിച്ച് വേണം, ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് വേണം എഴുതാം. ഇപ്പൊ ഇവിടെ C2O4 നിങ്ങൾക്കറിയാം, നിങ്ങൾ മാത്സിൽ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഏതാ? പൊതു ഘടകമായ 2 കൊണ്ട് നമുക്ക് ഇവിടെ ഹരിച്ച് ഇതിന് എന്ത് ചെയ്യാം? ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതാം. അപ്പൊ ഇവിടെ 2 കൊണ്ട് 2നെ ഹരിക്കുന്ന സമയത്ത് എന്ത് വരും? 1 വരും അല്ലേ? ഇവിടെ 2 കൊണ്ട് 2നെ ഹരിക്കാം. അതേപോലെ ഓക്സിജൻ എന്ത് ചെയ്യാം? 4നെ 2 കൊണ്ട് ഹരിക്കാം. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 വരും. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 2 വരും. ഇതിന് ഏറ്റവും 1 നമ്മൾ അങ്ങനെ കാണിക്കാറില്ല. 1ന്റെ അവിടെ നമ്മൾ അതിന് അതേപോലെ തന്നെ ഇട്ടേക്കും. കാർബണിനെ അതേപോലെ തന്നെ ഇട്ടേക്കും. നമ്മൾ നേരത്തെ ചെയ്തതെല്ലാം അതേപോലെയാണ്. ഫൈനലായിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? CO2 എന്ന് എഴുതാം.
കാർബൺ ഡൈ ഓക്സൈഡ് CO2. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വാലൻസി ഉപയോഗിച്ചുകൊണ്ട് കെമിക്കൽ ഫോർമുല ഇടുന്നത്. വാലൻസി കണ്ടുപിടിക്കുന്നത് നിങ്ങൾ തെറ്റിക്കാതിരുന്നാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം സിമ്പിൾ ആണ്. അപ്പൊ വാലൻസി കണ്ടുപിടിക്കുന്നത് യാതൊരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കരുത്. പങ്കുവെക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് എന്ത്, വാലൻസി. ഇപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം കാർബൺ 4, അവസാന ഷെല്ലിൽ 4 ഇലക്ട്രോൺ, 4 ഇലക്ട്രോണിനെ അത് എന്ത് ചെയ്യണം, പങ്കുവെക്കുകയാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ ഓക്സിജൻ 2 2 ഇലക്ട്രോണിനെ അത് എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനെ ഇത് എന്ത് ചെയ്യുന്നു, ഇവിടെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഏതെന്ന് പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കെമിക്കൽ ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് ഒരു കോമ്പൗണ്ടും കൂടെ പരിചയപ്പെടാം. ഒരു കോമ്പൗണ്ടും കൂടെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അലൂമിനിയം ഓക്സൈഡ് ആണ്. അലൂമിനിയം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയുള്ളത്, അലൂമിനിയവും ഓക്സിജനും ആണല്ലോ. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ, 13 ആണ് അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ. ഓക്സിജന്റെ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞതേ ഉള്ള എത്രയാ, 8 ആണ് ആണല്ലോ. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അലൂമിനിയത്തിന്റെ എങ്ങനെ വരും, 2 8 3. ഓക്സിജന്റെയോ 2 6 ആണല്ലോ. ബാലൻസ് പറഞ്ഞ എങ്ങനെ വരുന്നതെന്ന്, ഇവിടെ അലൂമിനിയം ഈ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലേ. അപ്പം ബാലൻസ് എത്ര വരും, അലൂമിനിയം ഇവിടെ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പൊ അലൂമിനിയത്തിന്റെ ബാലൻസ് എത്രയാണ്, 3 ആണ്. അടുത്ത ഓക്സിജൻ നോക്കിക്കേ, 2 6. ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജന്റെ ബാലൻസി 2 വരും. ഓക്സിജന്റെ ബാലൻസി എത്ര വരും, 2 വരും. കാര്യം 8 ഇലക്ട്രോൺ തേക്കാൻ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഇനി ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു എളുപ്പ മാർഗമുണ്ട്, അത് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ബാലൻസ് നിങ്ങൾ ടെക്സ്റ്റിൽ പറയാത്തതാണത്. ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ മാർഗം എന്ന് പറയുന്നത്, അവസാനത്തെ ഷെല്ലില് ഇലക്ട്രോണിന്റെ എണ്ണം നോക്കുക. ഓക്കെ, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കുക. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 4 അതിൽ താഴെയോ ആണെങ്കിൽ അതായിരിക്കും എന്തെന്ന് പറയുന്നത്, ആ ഷെല്ലിൽ ആ ഇലക്ട്രോണിന്റെ എണ്ണമായിരിക്കും അതിന്റെ ബാലൻസി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കുക, അലൂമിനിയത്തിന്റെ അവസാനത്തെ ഷെല്ലിലെ എണ്ണം 3 ആണ്, 4 താഴെയാണ്. അപ്പം ആ 3 എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ എണ്ണം തന്നെ ആയിരിക്കും എന്ത്, അതിന്റെ ബാലൻസി വരുന്നത്. ഇനി നമുക്ക് കാർബൺ നോക്കാം. കാർബണിന്റെ നമുക്കറിയാം 6 ആയിരുന്നു അറ്റോമിക് നമ്പർ. ഇപ്പൊ 2 4 ആണ് അല്ലേ. അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം 4 ആണ്. ഞാൻ പറഞ്ഞു 4 അതിൽ താഴെയോ ആണെങ്കിൽ ആ ഇലക്ട്രോണിന്റെ എണ്ണം തന്നെ ആയിരിക്കും അതിന്റെ ബാലൻസി. അപ്പൊ അത് 4 ആയതുകൊണ്ട് ഇലക്ട്രോണിന്റെ എണ്ണം 4 ആണ്. അപ്പൊ ബാലൻസി എന്ത് വരും, 4 വരും. ഇനി നമുക്ക് നോക്കാം. ഇനി 4ന് മുകളിലോട്ടാണെങ്കിലോ, 4ന് മുകളിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, 8ൽ നിന്നും കുറയ്ക്കുക. 8ൽ നിന്നും കുറയ്ക്കുന്ന നമുക്കറിയാം, സ്ഥിരത കൈവരിക്കാൻ വേണ്ടി 8 ഇലക്ട്രോൺ വേണം. 8ൽ നിന്നും കുറയ്ക്കുമ്പോൾ എത്ര ഇലക്ട്രോൺ കിട്ടുന്നോ അതായിരിക്കും എന്തെന്ന് പറയുന്നത്, അതിന്റെ ബാലൻസി എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഓക്സിജൻ നമുക്കറിയാം 2 6. അവസാന ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം 6 ആണ്, 4നേക്കാൾ കൂടുതലാണ്. അപ്പൊ എന്താണ്, 8ൽ നിന്ന് കുറയ്ക്കുക. 8ൽ നിന്ന് 6 കുറയ്ക്കുന്ന സമയത്ത് എത്ര വരും, 2 ഇലക്ട്രോൺ വരും. അല്ലെങ്കിൽ 8 ഇലക്ട്രോൺ തയ്ക്കാൻ 2 ഇലക്ട്രോണും കൂടെ വേണം. അതേപോലെ നമ്മൾ ഫ്ലൂറിൻ പറഞ്ഞായിരുന്നു അല്ലേ. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. ഇപ്പൊ ഇലക്ട്രോൺ വിന്യാസം 2 7 വരും. അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്, 7 ആണ് ആണല്ലോ. അവസാന ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം 7. അപ്പം അത് 4നേക്കാൾ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇലക്ട്രോണിന്റെ അവിടുത്തെ ബാലൻസി കാണാൻ 7 ആകുമ്പോൾ 1 ഇലക്ട്രോണും കൂടെ മതി 8 എണ്ണം ആവാൻ. ഇപ്പൊ 8ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ എത്ര വരും, 1 വരും. അപ്പം അതിന്റെ ബാലൻസി 1 ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഓക്സിജന്റെ 2 വരും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എളുപ്പത്തിൽ ബാലൻസി കണ്ടുപിടിക്കുക. അപ്പൊ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് അലൂമിനിയം ഓക്സൈഡ് ആണ്. അപ്പൊ അലൂമിനിയവും ഓക്സിജനും എഴുതി. അതിന് മുകളിലായിട്ട് അതിന്റെ ബാലൻസിയിലും എഴുതി. അലൂമിനിയത്തിന്റെ ബാലൻസി 3, ഓക്സിജന്റെ ബാലൻസി 2. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വേറൊന്നും ചെയ്യാനില്ല. ഇവിടെ എന്ത് ചെയ്യുക, ഈ ബാലൻസികൾ പരസ്പരം മാറ്റി അതിന്റെ ചുവട്ടിൽ എഴുതുക. ഇത്രയാകുമ്പോൾ നമ്മൾ ഉത്തരവായി. അപ്പൊ ആദ്യത്തത് അലൂമിനിയം ആണ്. അലൂമിനിയത്തിന് ഓക്സിജന്റെ ബാലൻസി കൊടുക്കുക. ഓക്സിജന്റെ ബാലൻസി 2 ആണ്. അടുത്തത് ഓക്സിജൻ അതിന്റെ ബാലൻസി കൊടുക്കുക. അലൂമിനിയത്തിന്റെ ബാലൻസിയായ 3 കൊടുക്കുക. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, അലൂമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല Al2O3. നമുക്കറിയാം, ഇവിടെ നമുക്ക് ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്ത് എഴുതാനും നോക്കത്തില്ല, ചെറുതാക്കിയൊന്നും എഴുതാൻ പറ്റത്തില്ല. അപ്പൊ Al2O3 എന്ന് പറയുന്നതാണ് ഏത്, അലൂമിനിയം ഓക്സൈഡിന്റെ ബാലൻസി. അപ്പൊ ഇതാണ് ബാലൻസി, സംയോജകത എന്ന ടോപ്പിക്കിൽ നിന്നും കെമിക്കൽ ഫോർമുല എഴുതുന്നത്. അപ്പൊ ഇത്രയായപ്പോൾ നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിൽ പഠിച്ച കാര്യങ്ങൾ, കെമിക്കൽ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അയോണിക് ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി, അതേപോലെ തന്നെ ഏതാ, ബാലൻസി.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.